ദൈവത്തെ ഓർത്ത് എനിക്ക് വേണ്ടി നാളെ അമൃതേച്ചി എവിടെയും പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. അത് എന്തിനാണെന്നോ ഏതിനാണെന്നൊന്നും ഇപ്പൊ ചോദിക്കണ്ട. എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല. ഒക്കെ സസ്പെൻസാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നാളെ PSC ഓഫീസിലേക്ക് പോകുന്നില്ല. എന്താണ് സസ്പെൻസ് എന്ന് ഞങ്ങൾക്കും അറിയണമല്ലോ. ഏയ് അത് പറ്റില്ല. 3 പേരും രാവിലെ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. നാളെ പകൽ അമൃതേച്ചി ഇവിടെ തനിച്ചായിരിക്കണം. ഇതെന്തോ വൻ ഉടായിപ്പ. ആണെങ്കി ആണ്, പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. അഖിലേ, നാളെ രാവിലെ ഇവരുടെ കൂടെ PSC ഓഫീസിൽ പോവാൻ നീയും കൂടെ റെഡി ആയിക്കോ. അതെ അതെ, അങ്ങനെ സ്മാർട്ടായിട്ട് പോവാൻ വരട്ടെ. പ്ലാനിങ് എന്താണെങ്കിലും അത് ഞങ്ങളും കൂടെ അറിഞ്ഞിട്ട് മതി. അതെ, അതാണ് ഈ പഞ്ചരത്നത്തിന്റെ കീഴ്വഴക്കം. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം തൽക്കാലം മക്കൾ അറിഞ്ഞാ മതി. പ്ലീസ് അനഘേച്ചി, ഒന്നും പറ. അറിയാനുള്ള ആകാംക്ഷ കൊണ്ടല്ലേ. നിങ്ങൾ ഇനി എത്ര നിർബന്ധിച്ചാലും ഞാൻ ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല. പക്ഷെ നാളത്തെ ദിവസം അതൊരു ഗംഭീര സസ്പെൻസ് ആയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ചേച്ചി, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. അതെ, ഒരേ ചോര തന്നെയാ നമ്മുടെ ദേഹത്ത് ഒഴുകുന്നത്. യെസ്, ഈ സസ്പെൻസ് എന്താണെന്ന് അനഘേച്ചി കൊണ്ട് തന്നെ പറയിപ്പിക്കണം. കേട്ടല്ലോ? അത് ഞങ്ങൾ ഏറ്റു. എങ്ങനെയുണ്ട്? ഇത് ഇവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ അംബിക? എനിക്ക് തോന്നുന്നതേ ദിവ്യമോൾക്ക് കുറച്ചുകൂടെ ചേരുന്നത് ഇതായിരിക്കുമെന്നാ. എനിക്ക് തന്നെ ഇഷ്ടായി. ഇതിനെല്ലാം തെളിവ് വേണം. എങ്കിലേ മോഷണ മുതല് വിറ്റതിന്റെ പേരില് അംബികയ്ക്കെതിരെ കേസ് വരുമ്പോ സ്ട്രോങ് ആവും. ഇതെന്തായാലും നല്ല ഫാഷനാ. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും നന്നായി. 916 ഗോൾഡാ. അല്ല, ഇതൊക്കെ ആരാ സെലക്ട് ചെയ്തത്? അവർക്ക് വിൽക്കാനുണ്ടായിരുന്ന 200 പവനീന്ന് ഈ 60 പവൻ നല്ല ഫാഷൻ നോക്കി സെലക്ട് ചെയ്തത് ഞാനാ. അല്ലെങ്കിലും അമ്മയുടെ സെലക്ഷൻ ഒന്നും മോശമാവാറില്ല. അല്ല, എന്നാ പിന്നെ എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എണ്ണി നോക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. എനിക്ക് യാമിനിയെ വിശ്വാസ. മതി, ഒരു ഘട്ടം വന്നാൽ അംബികയെ പൂട്ടാൻ ഇത്രയും തെളിവുകൾ ധാരാളം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി ശരി. പിടിക്ക്. 1 2 3 4 5 ഒന്നുകൂടെ. ഓ, അപ്പൊ അതായിരുന്നു കാര്യം. 5 പവന്റെ ഈ കമ്മീഷൻ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാ അവരെ എന്നെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാതിരുന്നത്. അത് നന്നായുള്ളൂ. മോഷണക്കേസില് അംബിക മാത്രമേ പ്രതിയാവൂ. ഞാൻ രക്ഷപ്പെട്ടു. നീ ഇത് കൊണ്ടുവയ്ക്ക്, ഞാൻ കൊടുത്തിട്ട് വരാം. എന്തായി, കച്ചവടം നടന്നോ? പിന്നല്ലാതെ 60 പവൻ സ്വർണം 50 പവന്റെ വിലക്ക് കിട്ടിയ ആരാ വാങ്ങാത്തേ? ഇലനക്കി പട്ടിയുടെ ചെറുനക്കി പട്ടി. കലാവധി പറഞ്ഞ മുഴുവൻ തുകയും ഉണ്ട്.
അവര് പോയോ? ഇല്ലെങ്കിൽ ചെന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്. അല്ല, എന്നാലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ. ഹ, അവരിറങ്ങി. എന്നാലും ഞാനൊന്ന് പോയി യാത്രയാക്കിയിട്ട് വരാം. ആ ഈ പണം കൊണ്ട് വേണം നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കാൻ. ആതിരെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തേച്ച് വെച്ച ചുരിദാർ കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഏത്? ആ പച്ചയിലെ വെള്ളപ്പൂക്കളുള്ള ചുരിദാറാണോ? ആ അതെ. അതെവിടെ? അയ്യോ, അത് ചേച്ചി തേച്ചു വെച്ചിരുന്ന ചുരിദാറായിരുന്നോ? PSC ഓഫീസിൽ പോകുമ്പോ ഇടാന്ന് കരുതി ഞാനത് എടുത്തു വെച്ചു. അത് പറ്റില്ല. നിനക്ക് വേറെ ഇഷ്ടം പോലെ ചുരിദാർ ഉണ്ടല്ലോ, പിന്നെ നിന്നെ എന്റെ ചുരിദാർ എടുക്കുന്നേ? അയ്യോ, സമയം കളയാതെ ഇങ്ങോട്ട് എടുത്തേ. എനിക്ക് പോവാൻ നേരമായി. ചേച്ചിക്ക് വേറൊരെണ്ണം തേച്ചെടുത്താ പോരെ? നിങ്ങൾ വെറുതെ പിള്ളേര് കളി കാണിക്കല്ലേ. സമയം പോകുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. എന്തൊരു കഷ്ടമായത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? മലയാളത്തിലാ പറയുന്നേ. എനിക്ക് നേരം വൈകുന്നു. ചുരിദാർ തന്നെ. ആ ചുരിദാർ കിട്ടിയിട്ട് പോകാൻ നിന്നാ അത് കുറച്ച് ബുദ്ധിമുട്ടായി പോവാന് ചേച്ചി. ഇവളത് തരുമെന്ന് തോന്നുന്നില്ല. ആതിരെ, തമാശ വിട്. ലേറ്റായ സാലറി കട്ട് ചെയ്യുന്നതടക്കം പല പ്രശ്നങ്ങളും ഉണ്ട്. പ്ലീസ്, ഇപ്പൊ തന്നെ വൈകി. അതിങ്ങെടുത്തതാ, ഞാൻ പോട്ടെ. ഒരു പാല വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ. അതെ, ഞങ്ങള് പറയുന്നത് അനുകേച്ചി സമ്മതിക്കുമെങ്കിൽ ഞങ്ങള് ചുരിദാർ ഇപ്പൊ തന്നെ തരും. ഓഹോ, അപ്പൊ രണ്ടും കൂടിയുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അതെ, ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാലേ ചുരിദാർ കിട്ടും. എന്താ ആവശ്യം? പറഞ്ഞു തൊലക്ക്. ഞങ്ങൾക്ക് വേറെ വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇന്ന് അമൃതേച്ചിക്കുള്ള സസ്പെൻസ് എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് പറഞ്ഞ ആ നിമിഷം ചുരിദാർ തരാം. നിന്നേക്ക് എന്റെ കയ്യിൽ കിട്ടും. ഞങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം അതല്ലല്ലോ, വാശികള. എന്നിട്ട് പറ, എന്താണ് ഇന്ന് അമൃതേച്ചിക്കുള്ള സസ്പെൻസ്? അത് പറയാതെ രക്ഷയില്ല അനുകേച്ചി. പറഞ്ഞില്ലെങ്കിൽ ചേച്ചി ഇന്ന് ജോലിക്ക് പോകാൻ ഒത്തിരി വൈകും. ചെലപ്പോ ഇന്ന് പോയില്ല എന്ന് തന്നെ വരും. നിന്റെയൊക്കെ പേര് SI ലിസ്റ്റിൽ തന്നെയാണോ വന്നത്? അതോ വല്ല കള്ളന്മാർക്കും ബ്ലാക്ക് മെയിലർമാർക്കും ഉള്ള ലിസ്റ്റിലാണോ? പ്രതികളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങള് പോലീസുകാര് ഇത്തരം പല ട്രിക്കുകളും പ്രയോഗിക്കും. ശരി, ഞാൻ പറയാം. പക്ഷെ ഒരു കണ്ടീഷൻ. പറ. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും അമൃതേച്ചിയോട് ഈ സസ്പെൻസ് പൊളിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. വാക്ക്. അതെ, ഇന്ന് അഭിയേട്ടൻ ഇവിടെ വരും. പിണക്കമെല്ലാം മാറി അമൃതേച്ചിയെ കാണാൻ. അടിപൊളി. ഇത്രയും വലിയൊരു സന്തോഷ വാർത്തയാണോ ചേച്ചി ഞങ്ങളോട് മറച്ചു വെച്ചത്? എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇന്ന് PSC ഓഫീസിലേക്ക് പോകുന്നില്ല. അതെ, അഭിയേട്ടന്റെ അമൃതേച്ചിയുടെയും പിണക്കം മാറി അവര് വീണ്ടും കൂട്ടുകാരാവുന്നത് ഞങ്ങൾക്ക് കാണണം. അത് അവരുടെ ലവ് സ്റ്റോറിയിലെ ഒരു ഗംഭീര ട്വിസ്റ്റ് ആയിരിക്കും. അവരുടെ അടുപ്പം ഇതോടെ കടുത്ത പ്രണയത്തിലേക്ക് മാറും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ ഇവിടെ ഇല്ലാതിരിക്കുന്നതാ നല്ലതെന്ന്. ഒരു കണക്കിന് അത് നേരാ. മറ്റു ബ്ലോക്കുകളൊന്നും ഇല്ലാതെ അമൃതേച്ചിക്ക് അഭിയേട്ടുമായിട്ട് സംസാരിക്കാമല്ലോ. അതെ. എന്നാ പിന്നെ ശരി, ഞങ്ങള് വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഇവിടെ നിൽക്കുന്നില്ല.
എനിക്ക് വാങ്ങിയ നെക്ലേസ് തരാൻ വന്നതായിരിക്കും. ഇവിടെ വെച്ച് അമൃതയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെ അത് വാങ്ങും? ഇവനെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വിവരം ഞാൻ മോളോട് പറഞ്ഞില്ലേ? ആ അതെ. ഇവൻ തീപ്പാതിയായി പോവുന്നായിരുന്നു എന്റെ പേടി. എന്നാ ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയും പ്ലാസ്റ്റിക് സർജറിയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റി. ഭാഗ്യം. എനിക്കിന്ന് കുറച്ച് തിരക്കുകളുള്ള ദിവസാ. ഇവനെ വീട്ടിൽ തനിച്ചു നിർത്താൻ എനിക്കൊരു ധൈര്യം വന്നില്ല. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതെന്താ കലയമ്മ? അങ്ങേരിവനെ ഉപദ്രവിക്കുമെന്ന് എന്റെ മനസ്സിന് എന്തോ ഒരു പേടി. ഇനി എനിക്ക് ഇതുപോലെ തിരക്കുള്ള എല്ലാ ദിവസവും ഞാനിവനെ ഇവിടെ കൊണ്ടുവിടാം. വൈകുന്നേരം വരെ ഇവനിവിടെ നിൽക്കട്ടെ. അതാവുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അയ്യോ, ഇവിടെ ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് തുടങ്ങും. അതിനെന്താ അമൃതമോളെ? അഖിലമോളും പിള്ളേരും ഇവിടെ ഇല്ല. അപ്പൊ മഹിയേട്ടന് അപ്പൊ പിന്നെ നന്നായില്ലേ, നിനക്ക് സഹായത്തിനൊരാളായല്ലോ. ചേച്ചി പറഞ്ഞ ശരിയാ. ഞാൻ ഇന്ന് വന്നത് അമൃതയ്ക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അതൊരു നല്ല കാര്യാ മോളെ. ഇവിടെ ജോലിക്ക് ആള് കുറവാണല്ലോ. ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന കാശ് ലാഭിക്കാലോ. അങ്ങനെയല്ല കലയമ്മ. മഹിയേട്ടന്റെ കാര്യങ്ങൾ നോക്കാനും കെയർ ചെയ്യാനും ഇവിടുത്തെ ജോലികൾക്കും തിരക്കിനും ഇടയിൽ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 പ്രാവശ്യം നിന്റെ ജീവൻ രക്ഷിച്ച എന്നെ നീ ഒഴിവാക്കണം അമൃതേ. എടാ, അതൊന്നും നീ ഇവിടെ പറയണ്ട. അമൃതയുടെ ജീവൻ രക്ഷിച്ചതും നീ ഇവിടെ നിൽക്കുന്നതും തമ്മിൽ കൂട്ടിക്കുഴക്കുകയും വേണ്ട. ഇവളുടെ ജീവൻ രക്ഷിക്കുക എന്നത് നിന്റെ ഒരു നിയോഗമായിട്ട് കരുതിയാ മതി. അത് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നിനക്കുണ്ട്. ഞാനൊരിക്കലും നിന്നെ നിർബന്ധിക്കില്ല മോളെ. നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവൻ ഇവിടെ നിർത്തിയാ മതി. ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. അമൃതമോളുടെ താല്പര്യം തന്നെയാ എനിക്ക് പ്രധാനം. ഞാൻ വീട്ടിലില്ലാത്തപ്പോ അങ്ങേര് ഇവനെ എന്തെങ്കിലും ചെയ്താ അത് വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അല്ല, ആരെ കുറിച്ചാ മാഡം ഇടയ്ക്കിടെ അങ്ങേരി അങ്ങേരി എന്ന് പറയുന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? ജോലിക്കാരി എന്തിനാ വീട്ടുകാരെ സംസാരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നതെന്ന്. ഞാൻ പോയേക്കാമേ. നിങ്ങളുടെ അച്ഛന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും ചിലപ്പോ ഇവന്റെ വിധി. മഹിയേട്ടനെ തനിച്ചാക്കി അമ്മ എങ്ങോട്ടും പോവാതിരുന്ന പോരെ? എന്റെ പ്രശ്നങ്ങളൊന്നും മോൾക്കറിയാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. ചന്ദ്രൻ കാണിച്ച അഴിമതികളുടെ പേരില് ഒത്തിരി കുഴപ്പങ്ങൾക്ക് നടുവിലാ ഞാൻ. ജയിലിലാവാതിരിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. ഇവന് വേണ്ടി വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് എങ്ങനെ പറ്റും മോളെ? കേസിന്റെ കാര്യങ്ങൾക്കായി പലരെയും കാണാൻ എനിക്ക് പുറത്തു പോവേണ്ടി വരില്ലേ? വാ മഹി, നീ ഇവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട, നമുക്ക് പോവാം. വേണ്ട കലയമ്മേ, എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. മഹിയേട്ടൻ ഇവിടെ നിന്നോട്ടെ. കണ്ടില്ലേടാ, നല്ല മനസ്സ് അമൃതമോളുടെ. ദേ, പക്ഷെ ഒരു കാര്യം, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൾക്കും അനിയത്തിമാർക്കും കാര്യമായ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. ഉച്ചയ്ക്ക് ഊണ് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാ. നീ അവിടെ കൗണ്ടറിൽ തന്നെ ഇരുന്നാ മതി. അത് അമൃതമോൾക്കൊരു വലിയ സഹായമാവും, അല്ലേ മോളെ? ശരി, എന്നാ പിന്നെ ഇനി ഞാൻ നിന്ന് നേരം കളയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം സാധിക്കാൻ ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം. നിങ്ങൾ അകത്തേക്ക് ചെല്ലേ, ഞാൻ വൈകുന്നേരം വരാം. ശരി ചേച്ചി.
എന്റെ നെക്ലേസ് ഇതങ്ങനെ ഞാൻ വിട്ടു കൊടുക്കില്ല. ആഹാ, എന്താടോ ഇത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നേ? ആ സ്ത്രീ വട്ടം ചാടിയതാ. നിനക്ക് ചാടിച്ചവൻ എന്റെ കറ കിട്ടിയോളോ? ഞാൻ ചാവാൻ വന്നൊന്നുമില്ല, നിങ്ങളോട് 2 വർത്താനം പറയാൻ വന്നതാ. എന്താ? എന്റെ നെക്ലേസ് എവിടെ? നെക്ലസോ? ഏത് നെക്ലസ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? എനിക്കറിയായിരുന്നു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിങ്ങളത് സൗകര്യപൂർവ്വം മറക്കുമെന്ന്. ഞാൻ എന്ത് മറന്നു എന്നാ നിങ്ങളെ പറയുന്നേ? പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാ പിന്നെ എന്തും പറയാലോ അല്ലേ? നീ കാര്യം പറയുന്നുണ്ടോ സിസിലി? വെറുതെ ആളെ മെനക്കെടുത്താതെ. മാഡത്തിന് പഞ്ചരത്നത്തിൽ ഇരുന്ന സ്വർണം മോഷ്ടിച്ചു തന്നതിനുള്ള പണിക്കൂലിയാ ഞാൻ ചോദിക്കുന്നേ. എനിക്ക് നെക്ലേസ് തരാന്ന് മാഡം വാക്ക് പറഞ്ഞല്ലേ? അതൊന്നും നടക്കില്ല സിസിലി. നടക്കൂലെന്നോ? അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാകും? പിന്നെ എങ്ങനെ പറഞ്ഞാ ശരിയാവും? ചേടാ, ഒരു ജോലി ചെയ്താ അതിന് കൂലി വേണ്ടേ? ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് ആ പണി ചെയ്തത്, അതിന്റെ കൂലി എനിക്ക് കിട്ടിയേ പറ്റൂ. ഇപ്പൊ നിനക്ക് പഞ്ചരത്നത്തിൽ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നുണ്ടല്ലോ, അത് മതി. പോവാൻ നോക്ക്. കാര്യം നടന്നു കഴിഞ്ഞപ്പോ ഞാൻ കറിവേപ്പില്ല അല്ലേ? നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. എന്നാലേ എനിക്ക് വിരോധമുണ്ട്, നല്ല വിരോധമുണ്ട്. മര്യാദക്ക് എന്റെ പണിക്കൂലി തന്നില്ലെങ്കിൽ മേടാണെന്നും ഞാൻ നോക്കില്ല. 8ന്റെ പണി ഞാൻ തരും, 3.5 തരം. എന്നോട് കയർക്കുന്നോ? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം നീ വളർന്നോ? എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ സിസിലിയുടെ രൂപവും മാറും, ഭാവവും മാറും. നിന്നെ പഞ്ചരത്നത്തെ കൊണ്ടെത്തിച്ചത് ഞാനാണെങ്കിൽ അവിടുന്ന് നിന്നെ പുറത്താക്കാനും ഞാൻ വിചാരിച്ചാ കഴിയും. വെറുതെ ഉള്ള പണി ഇല്ലാതാക്കാൻ നോക്കല്ലേ സിസിലി. പഞ്ചരത്നത്തിന് എനിക്ക് മുന്നേ പുറത്താകുന്നതേ നിങ്ങളായിരിക്കും മാഡം. എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. കാണിക്കല്ല, കേൾപ്പിച്ചു തരാം. വാ, എന്റെ മക്കളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അമൃതമോളുടെ ബർത്ത്ഡേ പാർട്ടി ദിവസം ആഹാരത്തിൽ വിഷം ചേർത്തതും കേക്കിൽ പൊട്ടിച്ചതും ഞാനല്ല. എല്ലാം എന്റെ തലയിലാക്കിയത് കലാവതിയുടെ. ഇത് ഞാൻ പഞ്ചരത്നങ്ങളെ കേൾപ്പിക്കട്ടെ മാഡം? അങ്ങനെ ഞാൻ കേൾപ്പിച്ച എങ്ങനെ ഇരിക്കും മാഡം? ഒന്ന് ആലോചിച്ച് നോക്ക്. അമൃതയും അനുജത്തിമാരും സ്വന്തം അച്ഛന്റെ ഈ വാക്കുകൾ കേൾക്കുന്നതോടെ മാഡം മാട്ടിൻ തോലിട്ട ചെന്നായാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. പക്ഷേ അങ്ങനെ ഒരു കടുങ്കൈ ഞാൻ തൽക്കാലം ചെയ്യില്ല മാഡം. ഇപ്പൊ എന്റെ ഈ ഒഴിഞ്ഞ കഴുത്തിലെ ഒരു 3 പവന്റെ സ്വർണ്ണ നെക്ലേസിന് സ്കോപ്പ് ഇല്ലേ മാഡം? വന്നു വന്ന് ഇവളുടെയൊക്കെ മുമ്പിൽ വരെ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയായാലോ ദൈവമേ. മാഡം അന്ന് പറഞ്ഞ നെക്ലേസ് എനിക്ക് കിട്ടിയ പറഞ്ഞ വാക്ക് പാലിച്ചയാളെന്ന നിലക്ക് മാഡത്തിന് എന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കാം. എനിക്കൊരല്പസമയം കൂടി വേണം. ഉടനെ ശരിയാക്കാം. പോരെ? മതി, അത്രയും കേട്ടാ മതി മാഡം. എനിക്ക് മാഡത്തിന് വിശ്വാസാ. സിസിലിയോടാ അവളുടെ കളി. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട് കലാവതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.